സാധ്യതകൾ ഒരുപാടുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും ജാപ്പനീസ് ഗവൺമെൻറ്റുമായിട്ടൊക്കെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ജപ്പാനിൽ അത് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അത് സെലക്ട് ചെയ്തു. രാപ്പകലാണ്ട് പഠിച്ചിട്ട് തന്നെയാണ് പാസ്സായത്. ചില ആൾക്കാർ ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇംഗ്ലീഷ് ടു ജാപ്പനീസ് ആണ് പഠിപ്പിക്കുന്നത്. അത് ഉപയോഗമുള്ളവരുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് മലയാളം ടു ജപ്പാൻ എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം മലയാളം ഏത് ഫോർമാറ്റാണോ യൂസ് ചെയ്യുന്നത് അതേ ഫോർമാറ്റ് തന്നെയാണ് ജാപ്പനീസും യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് കണ്ണൂരിൽ നിന്ന് നീലേശ്വരത്ത് വന്ന ജപ്പാനീസ് ലാംഗ്വേജ് പഠിച്ച് ചെന്നൈ NSDC കേന്ദ്രത്തിൽ പോയി ടൂറിസം മേഖലയിലുള്ള സ്കില്ല് SSW സ്കില്ല് പഠിച്ച് പാസ്സായി അടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പോകുന്ന അതുലാണ്. അതുൽ JFT പാസ്സായതിനു ശേഷവും അതുപോലെ തന്നെ സ്കില്ല് പാസ്സായതിനു ശേഷവും അതുലിനെ നേരിട്ട് കാണാനും അഭിനന്ദിക്കാനുമുള്ള അവസരം നമുക്ക് ലഭിച്ചിരുന്നില്ല. അതിനുള്ള ഒരവസരമാണിത്. ഈ സമയത്ത് അതുൽ തൻ്റെ ജപ്പാനീസ് ലാംഗ്വേജ് പഠനത്തെക്കുറിച്ചും സ്കില്ലിൻ്റെ പഠനത്തെക്കുറിച്ചും ആ ഒരു ജപ്പാനീസ് ലാംഗ്വേജ് പഠിച്ച് ജപ്പാൻ ടൂറിസം മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ നാൾവഴികൾ, എന്താണ് അതിൻ്റെ രീതികൾ, എങ്ങനെയാണ് അതിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനാദ്യം ഒരു റീല് കണ്ടിട്ടാണ് ഇങ്ങനൊരു ജപ്പാൻ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു എൻക്വയറി നടത്തി. ഇപ്പോൾ ഓൺലൈനായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കോഴ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബേസിൽ ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തായിരുന്നു. പിന്നീടാണ് മനസ്സിലായി ഓൺലൈനായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചുകൂടി ഓഫ്ലൈനായിട്ടാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സംസാരിച്ചിട്ടാണെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് നീലേശ്വരത്തേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെയായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നീലേശ്വരത്തേക്ക് വന്നത്. പിന്നെ സാധ്യതകൾ ഒരുപാടുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. ഞാൻ മുമ്പ് വേറെ പല യൂറോപ്യൻ കൺട്രീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കുറേ കാലതാമസം എടുക്കുകയും പൈസ കുറച്ച് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5-2 ലക്ഷം രൂപയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ കുറച്ചുകൂടി ജെന്യുവിറ്റി, കാരണം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും ജാപ്പനീസ് ഗവൺമെൻറ്റുമായിട്ടൊക്കെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ആദ്യത്തെ ഒരു മാസമൊക്കെ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് എന്താ പറയുക, പുതിയ ഭാഷയാണ്, ഇതുവരെ കേട്ടിട്ടും ഇല്ലാത്ത ഒരു ഭാഷയാണ്. അപ്പോൾ അതുമായിട്ട് ഇണങ്ങി വരാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ഒരു ട്രാക്കിലേക്ക് കയറിയ ശേഷം വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഡെയിലി പ്രാക്ടീസ് ചെയ്യാതെ ഇത് നടക്കുന്ന കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞ പോലെ വേറെ ജോലിക്കൊന്നും ഞാൻ പോകാതെ ഇതിനു വേണ്ടി മാത്രമായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് പഠിച്ചത്. അങ്ങനെ എഫേർട്ട് എടുത്താലേ പാസ്സാകാൻ പറ്റുള്ളൂ. ആദ്യത്തെ എക്സാം കുറച്ച് ടഫായിരുന്നു. വളരെ പരീക്ഷയുടെ വിജയത്തിൻ്റെ അടികയിലെത്തിയെങ്കിലും അത് പാസ്സാകാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നീട് വീണ്ടും ഒരു ശ്രമം കൂടെ നടത്തി അല്ലേ? ഞാനിപ്പം ആദ്യത്തെ എക്സാമിന് ജസ്റ്റ് ഒരു 250-ൽ 200 പാസ്സാകാൻ വേണ്ടിയിട്ട്. 195 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മാർക്കിൻ്റെ ഡിഫറൻസിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കുറച്ചധികം എഫേർട്ട് എടുത്ത് ഇതിനുവേണ്ടി മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പാസ്സായത്. അപ്പം അത് പാസ്സായതിനു ശേഷം കോൺഫിഡൻസ് പറഞ്ഞ സംഭവം വർദ്ധിച്ചു. അപ്പം അടുത്തത് കടമ്പ സ്കില്ല് പാസ്സാകുന്നത്. എനിക്ക് ആക്ച്വലി ഞാൻ പഠിച്ച ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ഇപ്പം നിലവിൽ സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പിന്നീടും എന്താ പറയുക, നമുക്ക് നാട്ടിൽ വന്നാലും ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോഴ്സായിരുന്നു അക്കോമഡേഷൻ എന്നുള്ള കോഴ്സ്, ഹോസ്പിറ്റാലിറ്റി എന്നുള്ള കോഴ്സ്. അതിൽ പറഞ്ഞ പോലെ ഇന്ത്യയിലെല്ലാതെ കേരളത്തിലടക്കം എല്ലാ സ്ഥലത്തും ജോലിയുണ്ട്, ജോലിക്ക് ആൾക്കാർ ആവശ്യമുള്ളതുകൊണ്ടും അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. ജപ്പാനിൽ അത് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അത് സെലക്ട് ചെയ്തു. ടൂറിസം മേഖലയിൽ സെലക്ട് ചെയ്തു. അത് 2 മാസത്തെ കോഴ്സായിരുന്നു. ഞാൻ ചെന്നൈയിലായിരുന്നു, ചെന്നൈ NSDCയുടെ കീഴിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് പഠിച്ചു. ഒരു 5 ചാപ്റ്ററുകളും ഉള്ള കോഴ്സായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ രാപ്പകലാണ്ട് പഠിച്ചിട്ട് തന്നെയാണ് പാസ്സായത്. അപ്പം അതിൽ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ആ കോഴ്സ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഹൗസ് കീപ്പിങ്, പിന്നീട് ഫ്രണ്ട് ഓഫീസിലും, പിന്നെ ഈ പറഞ്ഞ സർവീസിൽ ചെറിയൊരു സ്കോപ്പും കാര്യങ്ങളൊക്കെ ആ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സ് പഠിച്ച് ഇപ്പം ഇൻ്റർവ്യൂ ഇപ്പം ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ ഇൻ്റർവ്യൂ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എനിക്ക് ജപ്പാനിൽ
പോകാൻ പറ്റും. അതിലിൻ്റെ അനുഭവത്തിൽ ജപ്പാനീസ് ലാംഗ്വേജ് പഠിച്ച് SSW സ്കീമിൽ ടൂറിസം മേഖലയിൽ ജപ്പാനിൽ ജോലിക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിലിൻ്റെ ഉപദേശം? അതിലിൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിനോട് ഇത് പഠിക്കാൻ വരുന്ന കുട്ടികളോട് എന്ത് പറയാനുണ്ട്? ഒന്നാമത് ഡെഡിക്കേഷൻ നല്ല രീതിയിൽ വേണ്ടി വരും. കാരണം ചില ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് ഇത് പഠിക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ മീ ഈ പറഞ്ഞ പോലെ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ലാംഗ്വേജ്, അതാണ് പുതിയ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ഇടപഴകിയാൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സംസാരിച്ച് തന്നെ റെഡിയാക്കേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ജോലിക്ക് പോയിട്ട് ഇത് പാർട്ട് ടൈമായിട്ട് പഠിക്കാൻ എന്നാൽ നടക്കുന്ന കാര്യമല്ല. പറ്റുന്നവരുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അനുഭവത്തിൽ അത് നല്ലതല്ല. കാരണം ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വേറെ വർക്കിന് വേണ്ടിയിട്ട് നോക്കിയപ്പം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. ഇതിനു വേണ്ടി മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. 1 ഇയർ ക്ലാസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ചില ആൾക്കാർ ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇംഗ്ലീഷ് ടു ജാപ്പനീസാണ് പഠിപ്പിക്കുന്നത്. അതായത് ജാപ്പനീസിലുള്ള പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ഉപയോഗമുള്ളവരുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് മലയാളം ടു ജപ്പാൻ എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം മലയാളം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിനേക്കാളും ബെറ്റർ മലയാളം തന്നെയാണ്. കാരണം മലയാളം ഏത് ഫോർമാറ്റാണോ യൂസ് ചെയ്യുന്നത് അതേ ഫോർമാറ്റ് തന്നെയാണ് ജാപ്പനീസും യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിൽ വൊക്കാബുലറി മാത്രം, അതായത് മീനിങ് വൊക്കാബുലറി മാത്രം ചേഞ്ച് ആകുന്നുള്ളൂ. സെയിം ഹൈലി റിലേറ്റഡ് ആണ്. അക്കണെങ്കിൽ ഇംഗ്ലീഷായിട്ട് വ്യത്യാസമുണ്ട്, ഫോർമേഷൻ കാരണം വ്യത്യാസമുണ്ട്. മലയാളം ബെറ്ററാണ്.